തെറ്റിദ്ധരിക്കേണ്ട ന്യൂജൻ പിള്ളേരുടെ പോലെ ഫോട്ടോഷൂട്ടൊന്നുമല്ല ഇത്. ഒരു ഗ്രാമത്തെയും ഈ ഗ്രാമത്തിൽ കൂടി സഞ്ചരിക്കുന്നവരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ദമ്പതികളാണിവർ. റോഡിന്റെ ഇരുവശവും ഇരുവരും മനോഹരമായ ചെടികൾ വെച്ചുപിടിപ്പിച്ച് പരിപാലിച്ചു. ഈ ചെടികൾക്കരികിൽ ഏറെ അഭിമാനത്തോടെയാണ് പത്തനംതിട്ട പെരുമ്പെട്ടി പുളിയനാനിക്കൽ പടി സ്വദേശികളായ വാസുദേവൻ പിള്ളയും ശാന്തകുമാരി അമ്മയും നിൽക്കുന്നത്. യാത്രക്കാർ റോഡരികിലെ ഈ പൂന്തോട്ടം കണ്ട് വാഹനം നിർത്തും. ഇവിടെ അല്പസമയം ചെലവഴിച്ചിട്ട് യാത്ര തുടരൂ. സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. വീട്ടിൽ മൂക്ക് പൊത്താതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തുടർന്നാണ് വാസുദേവൻ പിള്ളയും ശാന്തകുമാരി അമ്മയും റോഡിന്റെ വശങ്ങളിൽ 200 മീറ്ററിലധികം ദൂരത്തിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. പൂന്തോട്ടത്തിൽ ആരും മാലിന്യം നിക്ഷേപിക്കില്ലല്ലോ, ഇരുവരും ചോദിക്കുന്നു. മക്കൾ വയ്ക്കാൻ കാര്യം ഇവിടെ ഈ വേസ്റ്റ് തള്ളുക പതിവുണ്ടായിരുന്നു. ഈ കോഴിയുടെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം അറമാട്, പിന്നെ ഈ കുപ്പികൾ കൊണ്ട് തള്ളുക, ഇങ്ങനെ പല ശല്യങ്ങൾ. അതങ്ങനായി ഇത് ഒരാളുടെ കരുതിക്ക് തെളിപ്പിച്ച് ഇത് ചെയ്താൽ തുടങ്ങി. ഇപ്പം പിന്നെ കുഴപ്പമില്ല. ഇപ്പം അത് പിന്നെ വേസ്റ്റൊന്നും കളയുന്നില്ല. സന്ധ്യ പിന്നെ ഭയങ്കര ഇരുട്ടല്ലയോ, അത് കോഴി മാലിന്യങ്ങളും എന്താ വേണേലും കൊണ്ടിടാൻ, വെള്ളം കള്ളു കുടിക്കുന്നു, വെള്ളം അടിക്കുന്ന കുപ്പികളും അതെല്ലാം കൊണ്ട് വേസ്റ്റ് എല്ലാം കൊണ്ട് തള്ളുക പണി. ഇപ്പോഴില്ല. അല്ലിത്താമര, ബന്ദിപ്പലയിനം, വാടാമുല്ല, ചെമ്പരത്തി, തെറ്റി, രാമത്തുളസി, കൃഷ്ണത്തുളസി, പനിക്കൂർക്ക, എരിക്ക് എന്നിവയെല്ലാമാണ് റോഡിന് ഇരുവശത്തും വെച്ച് പിടിപ്പിച്ചത്. റോഡരികിലെ പൂന്തോട്ടം കാണാൻ എത്തുന്നവർക്ക് വാസുദേവൻ പിള്ളയുടെയും ശാന്തകുമാരി അമ്മയുടെയും പ്രവൃത്തിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരില്ല. കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. റോഡ് സൈഡിൽ ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കുന്നു. അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരുപാട് സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. നമുക്ക് രാവിലെ ഇത് കണ്ടിട്ട് പോകുന്ന ഒരാൾക്കാണെങ്കിൽ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ഓക്കെയാണ്. നമുക്ക് ഇത് ഭംഗി കണ്ടിട്ട് ഇവിടെ വേസ്റ്റ് വരുന്ന തള്ളിക്കളയാൻ അവർക്ക് പറ്റത്തില്ലായിരിക്കും. അവരുടെ മനസ്സിന് തന്നെ ഒരു നൊമ്പരം കാണും. എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ഭംഗിക്ക്, അതായത് ഞങ്ങളിപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ പ്രായമുള്ള അച്ഛനും അമ്മയും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തുല്യമാണ്. അവർ കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലുള്ള നല്ല മനസ്സോടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൊതുസ്ഥലങ്ങളൊക്കെ ഇതുപോലെ നല്ല പൂക്കളെ വെച്ച് പിടിപ്പിക്കുക, ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട്. ഇത് പ്രായമുള്ള 2 പേരല്ലേ ഇത് ചെയ്തത്. നമ്മൾ ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? വാസുദേവൻ പിള്ളയെയും ശാന്തകുമാരി അമ്മയെയും കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. മാലിന്യമുക്തം കേരള പദ്ധതിക്ക് സഹായകരമാകുന്ന രീതിയിൽ നൂതന മാർഗം ആവിഷ്കരിച്ചതിനായിരുന്നു ആദരം. മുൻ റാന്നി MLA രാജു എബ്രഹാം ഇരുവർക്കും മൊമെന്റോ നൽകി. മനസ്സിന് കുളിർമയുള്ള കാഴ്ച ഇതിനപ്പുറം മറ്റൊന്നുമില്ല. തീർത്തും മാതൃകാപരമായ പ്രവൃത്തിയാണ് പെരുമ്പെട്ടിയിലെ ഈ വൃദ്ധ ദമ്പതികൾ ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.